ഇനിയിപ്പോൾ ബീഫ് കറിയില്ലെങ്കിൽ എന്നാ ഇതുപോലെ നമ്മുടെ സോയാബോൾ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു തേങ്ങ വറുത്തരച്ചൊരു കറിയാക്കാം കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ ഒരു അരമുറി നല്ലോണം ചിരവി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ ബാക്കിയുള്ള പൊടികളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ശരിക്കും ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള മൂപ്പിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇടുക. അതും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇച്ചിരി ബീഫ് മസാല കൂടെ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫ് പോലത്തെ സോയാബോൾ കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരി ബീഫ് മസാല കൂടെ ഇരുന്നോട്ടെ. ആ പൊടികളൊക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്നൊരു ഗ്രേവി ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കാണ് നമ്മുടെ സോയാബോളൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത്. സോയാബോളൊക്കെ ആ ഗ്രേവി കിടന്നങ്ങ് സെറ്റായിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തേങ്ങ അരപ്പ് വറുത്തരച്ച് വെച്ച തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണേ. അത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ശരിക്കും ഇളക്കി ഒരു തിളയൊക്കെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് പാകമായിട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അത് കഴിഞ്ഞ് നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിൽ കറി നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ.